പറഞ്ഞ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ലത്. കുറച്ചു ദിവസം അവളിവിടെ നിൽക്കട്ടെ, അനുവിനൊരു കൂട്ടാവൂല്ലോ. എടാ, അനുവിന് മരുന്ന് കഴിച്ചാ മാറില്ലേ? കേറാന്നൊക്കെ പറഞ്ഞാ അമ്മ ഒന്നും ആലോചിക്കണ്ട, എല്ലാം ശരിയാവും. മതി, മാറി. അമ്മയ്ക്ക് നിന്റെ കാര്യത്തിലേ ഉള്ളൂ. അച്ഛൻ പെൻഷനായ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോ നിനക്ക് പിന്നെയും തലവേദനയാ? ഏയ്, അതാ കാറിയ വെളിച്ചെണ്ണ തേച്ചിട്ടേ. എന്താ നല്ല വെളിച്ചെണ്ണ ഇല്ലാഞ്ഞിട്ടാ? നല്ല ഒന്നും ചെയ്യില്ല, കാറിയതും വലിച്ചതും പുളിച്ചതും ഒക്കെ ഇഷ്ടം. ഓ, ഇങ്ങനൊരു ജന്മം. എന്തായി? രമ്യയെ കാണാൻ പറ്റിയില്ല. ഞാൻ ചെന്നപ്പോ അച്ഛൻ ഉമ്മർ തന്നെ ഇരിക്കണോ, ഞാൻ കയറിയില്ല. നീ വിഷമിക്കൊന്നും വേണ്ട, അടുത്ത 2 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാവും. അനുവിന്റെ കാര്യവും ജയശ്രീയുടെ കാര്യവും ഒക്കെ നടക്കും. അതിനുള്ളതൊക്കെ കിട്ടും അച്ഛന്. അത് കഴിഞ്ഞാലുള്ള കാര്യ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം, ഭക്തി മുക്തിദായക പുരന്നദാദി സേവിത മതിയിലോ, പരിപ്പെടുപ്പത്തിട്ടു. ഇത്രേ ഇട്ടുള്ളൂ, അത്ര മതി. സാമ്പാറിന് പരിപ്പ് കൂടിയാ കൊള്ളില്ല. പരിപ്പ് തിളയ്ക്കുമ്പോ ഇത് കഴുകിയിട്ടോട്ടെ അമ്മേ. ഒരു വേവ് കഴിഞ്ഞു മതി. ഒരു വേവ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂ അമ്മേ? പിന്നെ എങ്ങനെ പറയാ, അതൊക്കെ അവൾക്ക് മനസ്സിലാവും. സോപ്പ് എവിടെയാ? കുളിമുറിയിലുണ്ടോ മോളെ? കുളിമുറിയിലുണ്ട്, വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ കിണറ്റിന്ന് കോരിയാ കുളിക്കണേ. എന്തിനാ? ഒന്നും പറ്റില്ലല്ലോ, കയറ് പൊട്ടിയതാ. കയറ് പൊട്ടിയിരുന്നത് കെട്ടിയില്ലേടാ നീ? അത് കെട്ടിയതാ. അതൊക്കെ ചെയ്ത് വശം വേണം. കഴിഞ്ഞേനല്ലേ. ഓ, നടുവിലങ്ങിന്നാ തോന്നണേ. സാരില്ല, കുഴപ്പമൊന്നുമില്ല. ഏതായാലും വേറെ ആരും കേറാണ്ടിരുന്നത് ഭാഗ്യായി. അച്ഛനെ നടുവേനൊന്നുമില്ല? ഇല്ല, കുഴമ്പ് പുരട്ടി ആവി പിടിച്ചപ്പോ ആശ്വാസമുണ്ട്. ഓ, ഭാഗ്യം. ആരുടെ? എല്ലാവരുടെയും. സതീശേട്ടൻ കയറി കെട്ടാൻ മറന്നതോ? ഇല്ലെങ്കിൽ കയറി ഞാൻ കെട്ടി. ശരിയായിട്ടുണ്ടാവില്ല, പക്ഷെ കെട്ടി. സത്യം. കെട്ടിയത് ഈ കയറുണ്ടെന്നല്ലേ? എന്തിനായിരുന്നു അന്ന് കണ്ട കൂട്ടുകാരനെ പോലെ? അതായിരുന്നു മോഹം. വേണ്ട, ഇത്ര നിരാശയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവസാനിപ്പിച്ചൂടെ നമ്മുടെ ജീവിതം? എന്താ കിടക്കണേ? സുഖമില്ലായ്മ വല്ലതും? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് സ്കൂളില്ലേ? ഉച്ചവരെ ലീവ് എഴുതി കൊടുത്തു വിട്ടു. ആ തേക്കിന്റെ മുളകളൊക്കെ ഒന്ന് അഴിച്ചു കെട്ടണം. കയറ് മുഴുവൻ ദ്രവിച്ചിരിക്കുക. ആരാ കിണറ്റിൽ വീഴുകയെന്നറിയില്ല. ഞാൻ ചെയ്തോളാം. പാലക്കാട് നിന്ന് പോയി വന്നിട്ട്.
നമ്മളൊന്നും കിട്ടിയാ ഉറക്കില്ല. ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു തഞ്ചമുണ്ട്, അതുള്ളവര് ചെയ്യണം. ഞാൻ ആ പൊന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പാലക്കാട്? എംപ്ലോയ്മെന്റിലൊന്ന് പോണം. പിന്നെ ചെറിയ ഡോക്ടറെ കണ്ട് അനുവിന്റെ കാര്യം ഒന്ന് പറയണ്ടേ? ആ, അവക്ക് സ്കൂളിൽ പോണോന്ന് വാശി. പോയിക്കോട്ടെ അച്ഛാ, ഞാനുണ്ടല്ലോ. എന്നും ഞാൻ കൊണ്ടായിക്കോളാം. അല്ലെങ്കിൽ എന്തുകൊണ്ടല്ലോ. ആ, എന്നാ പോയിട്ടോ. അച്ഛന് നോട്ടത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു എനിക്കറിയില്ല. വെറുതെ തോന്നുന്നതാ. അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ശരിയാ, ഒരച്ഛനും അങ്ങനെയൊന്നും ചിന്തിക്കില്ല, ഒരു മകനും ചിന്തിക്കില്ല, ഞാനല്ലാണ്ട്. എവിടെയാ ഞാൻ ഈ പാപം കൊണ്ട് കളയ? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അറിയാണ്ട് പറ്റിയൊരു മറവി, അങ്ങനെ വിചാരിക്കുക. ആ തെക്കേ അതിലേന്ന് ഒരു 2 മുളയും കൂടെ കിട്ടിക്കോ. ആ, ഞാൻ ചോദിക്കാൻ മറന്നു, നിനക്ക് കാശ് വല്ലതും വേണോ? വേണ്ടച്ചാ, എന്റെ കയ്യിലുണ്ട്. അനു വരണില്ലേ നിന്റെ കൂടെ? ഇല്ല, ഇന്നൊരു ദിവസം കൂടി അവള് റെസ്റ്റ് എടുക്കട്ടെ. ആ, പോട്ടെ. അവനെന്താ ആകപ്പാടെ ഒരു മനസ്സിനൊരു സുഖമില്ല അത്രേ. ആ, നീ പോയിക്കോ, ഞാൻ നടന്നോളാം. എങ്ങടാ? ശിവന്റെ അമ്പലത്തിലേക്ക് ഒരു വെള്ള നിവേദ്യം കഴിക്കണം. അമ്മ നേർന്നതാ. ഇടക്കാലത്ത് ഇല്ലാണ്ടായതാണല്ലോ അമ്മയുടെ നേർച്ച. വീണ്ടും തുടങ്ങിയോ? ഇന്ത്യക്ക് വേണ്ടി നേർന്നതാ അമ്മ. എന്തിന്? മരുമോളെ വേറെ ആരും കെട്ടിക്കൊണ്ടുപോണ്ട് ഏട്ടന് തന്നെ കിട്ടാൻ. അമ്മയുടെ നേർച്ചകളൊക്കെ വലിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്കൊരു ജോലി കിട്ടി. എന്ത് ജോലി? ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്. ശമ്പളം കുറവാ, എന്നാലും കമ്മീഷനും TNDA കിട്ടും. നമ്മുടെ കബീഷ് ഏർപ്പാടാക്കി തന്നത്. കമ്പനിയുടെ സെയിൽ ടാക്സിന്റെ ഫയല് മൂപ്പരുടെ ടേബിളിലുണ്ട്, അതിന്റെ പേരിൽ കിട്ടിയതാ. കോഴിക്കോട് ജില്ലയാണ് എന്റെ ഏരിയ. അപ്പൊ അവിടെ താമസിക്കണോ? വേണ്ട, പോയി വന്നാ മതി. എന്നാ ജോയിൻ ചെയ്യണ്ടേ? നാളെ ഡോക്ടർ ചെറിയാനെ വിളന്ന് കാണിക്കണം. മറ്റന്നാ ജോയിൻ ചെയ്യും. അപ്പന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ദീപാരാധനയുടെ സമയമാകുമ്പോ അമ്മ വരുന്നുണ്ട്. പോയി കുളിച്ചിട്ട് അമ്മയുടെ കൂടെ വാ. ശിവന്റെ അമ്പലത്തിലേക്ക് ഒരുപാട് ദൂരമില്ലേ? ഉമ്മറത്തൊരു അമ്പലം ഉണ്ടായിട്ട് തൊഴാൻ പോവാത്ത ആളാ ഏട്ടൻ. അതെല്ലാരും പറയണ ദൈവാധീനം ഇല്ലാന്ന്. അമ്മയുടെ കൂടെ ഞാനും എത്തിയേക്കാം. പത്മാവതി, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്കൊന്നൊരു വിലയില്ല അല്ലേ? പത്മാവതിയെ, അമ്മേ, ആരാ ഇത് ഈ പയ്യനെങ്ങനെ? അമ്മേ, അമ്മേ, എന്താ അമ്മേ? അമ്മ എന്താ അമ്മേ? അമ്മേ, 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 പത്മേ, ചേട്ടാ ഈ പയ്യനെ കൊണ്ട് തോറ്റു. ഉള്ള വാഴ മുഴുവൻ ഈ പയ്യനെ കൊണ്ട് തോറ്റു. നിന്റെ തള്ളൽ എവിടെ പോയി ചത്തിടക്ക? എന്താടാ
എന്താടാ അമ്മ അമ്മ പോയി പോയി പോയച്ച പോയിന്നാ എങ്ങട് എങ്ങട് എങ്ങടെ പോയിന്ന് പോവേ പത്മേ പത്മേ ഡേ പത്മേ ഡേ എന്നെ ചതിച്ചൂല്ലേ ഇന്ന് എന്റെ മക്കളെ വിട്ട് പോയില്ലടി എന്നെ വിഷമിപ്പിക്കരുത്